ഇപ്പോൾ നോർമൽ ഓപ്പറേറ്റർ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. അപ്പോൾ if T is self-adjoint, then T is normal. എന്തുകൊണ്ടാണ്? നമുക്ക് T സെൽഫ് അഡ്ജോയിന്റ് എന്ന് വെച്ചാൽ എന്താ വരുന്നത്? T ഈക്വൽ ടു ടി സ്റ്റാർ ആയിരിക്കും. T ഈക്വൽ ടു ടി സ്റ്റാർ ആയതുകൊണ്ട് ടി സ്റ്റാർ is equal to T square and which is equal to T star T. Here T star means the transpose conjugate of T. അപ്പോൾ എന്താണ്? T സെൽഫ് അഡ്ജോയിന്റ് ആണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. മുന്നേ നമ്മൾക്കറിയുന്ന ഒന്നാണ് ഒരു ഓപ്പറേറ്റർ ആണ് യൂണിറ്ററി ഓപ്പറേറ്റർ. If T is unitary operator, then T is normal. അപ്പോൾ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ എടുത്തു കഴിഞ്ഞാൽ T യൂണിറ്ററി ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾക്ക് എന്തറിയാം? ടി സ്റ്റാർ is equal to I is equal to T star T. അതായത് ടി സ്റ്റാർ is equal to T star T ആയിരിക്കും യൂണിറ്ററി ടി സ്റ്റാർ T is equal to ടി സ്റ്റാർ ആയിരിക്കും എന്തിന്? യൂണിറ്ററി ഓപ്പറേറ്റേഴ്സിന്. സോ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സും നോർമൽ ആയിരിക്കും. അപ്പോൾ എന്താണ്? സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണെങ്കിലും യൂണിറ്ററി ഓപ്പറേറ്റർ ആണെങ്കിലും നമുക്ക് എന്തായിരിക്കും? അത് രണ്ടും നോർമൽ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ രണ്ട് നോർമൽ ഓപ്പറേറ്റേഴ്സ് എടുത്തു, u1ഉം u2. അപ്പോൾ u1 പ്ലസ് u2 നോർമൽ ആവണമെന്നുണ്ടോ? ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, കൺസിഡർ u1 is equal to 0, 1, minus 1, 0 and u2 is equal to 1, 0, 1, 1, 0. Now, what is u1 star? What is the self adjoint of u1? Which is the transpose conjugate of u1. And here, these are real entries. So, നമുക്ക് ട്രാൻസ്പോസ് മാത്രം എടുത്താൽ മതി. എന്തുവരും? 0, minus 1, 1, 0. So, the adjoint of u1 is this one. And the adjoint of u2 is 0, 1, 1, 0 itself. So, u2 ഇവിടെ സെൽഫ് അഡ്ജോയിന്റ് ആണ്. സോ എന്താണ് നമ്മൾക്ക്? u2 നോർമൽ ആണ്. സെൽഫ് അഡ്ജോയിന്റ് ആയതുകൊണ്ട് ഇനി ആ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ u2 നോർമൽ ആണെന്ന് പറയാം. ഇനി ഇവിടെ നോക്കിക്കേ, u1 സ്റ്റാർ എന്താണെന്ന് നോക്കിക്കേ. 0, 1, minus 1, 0 into 0, minus 1, 1, 0. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0, 1, 0, 1, 1. 0, 1, minus 1, 0, 0. Minus 1, 0, 0, 1, 0. Minus 1, 0, minus 1, 0, 1. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. അപ്പോൾ u1 സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? u1ന്റെ ഇൻവേഴ്സ്. സോ u1 എന്താണ്? യൂണിറ്ററി ഓപ്പറേറ്റർ ആണ് കിട്ടി. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് ചെക്ക് ചെയ്യാതെ തന്നെ എന്താണ്? u1 സ്റ്റാർ u1 is equal to u1 സ്റ്റാർ എന്ന് കിട്ടി. സോ u1 is also normal. അപ്പോൾ u1 u2 നോർമൽ ആണ്. വാട്ട് ഈസ് u1 പ്ലസ് u2? u1 പ്ലസ് u2 എന്ന് പറയുമ്പോൾ എന്താണ്? 0, 1, minus 1, 0 plus 0, 1, 1, 0. And this is equal to 0, 2, 0, 0. And here u1 plus u2, the adjoint of u1 plus u2 is equal to 0, 0, 2, 0. And consider the product u1 plus u2, adjoint of u1 plus u2. This is equal to 0, 2, 0, 0, 0, 0, 2, 0. When we consider this product 0, 2, 0, 2, 4. 0, 2, 0, 0, 0. Remaining zeros are വരുന്നത്. And u1 plus u2, the adjoint of u1 plus u2, u1, u2, u1 plus u2. This is equal to 0, 0, 2, 0 into 0, 2, 0, 0. And this is equal to 0, 0, 0, 0, 0, 2, 0, 0, 2, 0, 0, 0, 0, 2, 0, 2, 0, 4. So here these two are not equal.
Therefore, u1 plus u2 is not normal. u1 u2 നോർമൽ ആണ്, പക്ഷെ u1 പ്ലസ് u2 ഇവിടെ എന്തല്ല, നോർമൽ അല്ല. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ടി സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണെന്ന് കരുതുക. അപ്പോൾ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഇപ്പൊ T1ഉം T2 ടു സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആണെന്ന് കരുതുക. അപ്പൊ T1 പ്ലസ് T2, the adjoint of T1 plus T2 is equal to the adjoint of T1 plus the adjoint of T2. അപ്പോൾ ഇത് രണ്ടും സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് this is equal to T1 and T2, the adjoint of T2 equal to T2. അപ്പോൾ T1 plus T2ന്റെ adjoint T1 plus T2 തന്നെയാണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ സമ്മും സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. ഇനി ഇതിപ്പോ നോർമൽ ഓപ്പറേറ്റേഴ്സിന്റെ സമ്മ് നോർമൽ ആവണമെന്നില്ല എന്നതിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ u2 കൺസിഡർ ചെയ്തല്ലോ. u2 സ്റ്റാർ എന്താണെന്ന് നോക്കിക്കേ. 0 1 1 0 0 1 1 0. അപ്പൊ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത്. അപ്പോ u2 ഇവിടെ എന്താണ്, u2 u1ഉം ഈ ഒരു കേസിൽ യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണ്. പക്ഷെ u1 പ്ലസ് u2 എന്തല്ല, യൂണിറ്ററി ഓപ്പറേറ്റർ അല്ല. അതുപോലെ u1 u2 നോർമൽ ഓപ്പറേറ്റേഴ്സ് ആണ്, അതിന്റെ സമ്മ് നോർമൽ അല്ല. രണ്ടിനുമുള്ള എക്സാമ്പിൾ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ.